ഞങ്ങളുടെ കഴിഞ്ഞ ഷൂട്ടിംഗ് ഇന്നല്ല എന്താ ഞങ്ങളെ പറഞ്ഞയക്കാൻ ധൃതിയായോ? ഇല്ല, ഇത്ര നല്ല സ്ഥലത്ത് വന്ന എനിക്ക് എന്തൊക്കെ തരാന്ന് പറഞ്ഞു. എനിക്ക് താറാമുട്ടയൊക്കെ തെറ്റ് നയിക്കാന്ന് പറഞ്ഞാ. എവിടെ വീട്? നമ്മുടെ ലാലേട്ടന്റെ പുതിയ സുഹൃത്താണ് നമ്മളോടൊപ്പം ഉള്ളത്, ഏലിക്കുട്ടി ചേട്ടത്തി. ചേട്ടത്തി, എന്തോ തറവ് കറിയുണ്ടോ ഇന്ന്? തറവ് ഇല്ല, തറവ് കൊടുത്തു. ആണോ? അപ്പൊ പിന്നെ മോഹൻലാലിന്റെ അടുത്ത് പറഞ്ഞു വീട്ടിലുണ്ടായിരുന്നു. ആണോ? അപ്പൊ ഞാൻ ഈ മുണ്ട കൊടുത്തായിരുന്നേ, ഒരു തോർത്തുകൊണ്ടും ഉണ്ട്. ആ തോർത്തുകൊണ്ടും തോളിച്ചിട്ടുണ്ട് പിടിക്കാം. ഞാനിതിൽ ഇറങ്ങി ഇവിടുന്ന് അങ്ങ് പോയി ചെന്ന് ഇവിടുന്ന് തൊട്ടേ ചോദിച്ചു മോഹൻലാൽ അവിടെ ഉണ്ടോന്ന്. അപ്പം ഞാൻ അങ്ങനെ ചോദിച്ച് അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ബസ് കയറാൻ നിൽക്കുന്ന ഒരു സ്റ്റാൻഡുണ്ട്. ഇവിടെ വന്ന് പെണ്ണുങ്ങൾ പറഞ്ഞു, ഒത്തിരി പെണ്ണുങ്ങളൊപ്പുണ്ട് കാണാൻ വേണ്ടി, മോഹൻലാലിനെ കാണാൻ വേണ്ടി, പിള്ളേരും പെണ്ണുങ്ങളും ഒക്കെ. അങ്ങ് ചെല്ല ഇപ്പം കാണും, അപ്പം അങ്ങ് ചെന്നേച്ചാൽ മതി പറഞ്ഞു. ചെന്ന് ഞാൻ ആ സാറിനോട് ചോദിച്ചു, അമ്മച്ച് കയറി പൊക്കളാൻ പറഞ്ഞു. ഞാൻ കയറി ചെന്ന് ഇങ്ങനെ മോഹൻലാലിൻ്റെ വണ്ടിയിൽ ഇങ്ങനെ ചാരി നിൽക്കുക. മോഹൻലാൽ ഷൂട്ടിങ് കഴിഞ്ഞ് ഇറങ്ങി വരുക. ഇതാണ് മോഹൻലാലിന് ചോദിച്ചത്. വണ്ടിയിലേക്ക് കയറി ഇങ്ങനെ കയ്യെ തൂത്തോണ്ട് താടിയിലൊക്കെ പിടിച്ച് പറഞ്ഞു, ഞാനാ മോഹൻലാലെന്ന് പറഞ്ഞു. പോരുന്നോന്ന് ചോദിച്ചു, ഇല്ലാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഔട്ടം പറ്റും പോയി. ഇനിയിപ്പോൾ അതെല്ലാം ഞാൻ പറഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ അവരുടെ ഒരാഗ്രഹം അല്ലെങ്കിൽ അവർക്ക് ഒരു മോഹം എന്ന് പറഞ്ഞാലോ, അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചാൽ അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചാൽ നമുക്ക് മോശമല്ല അതൊക്കെ. പിന്നെ ഒരു ചവാറൊക്കെ ഉണ്ടായിരുന്നു, അതിന് കൂടി. പിന്നെ ചക്ക വെട്ടി മോഹൻലാൽ എൻ്റെ അടുത്ത് വന്നിരുന്നു. ശോഭന അവിടെ ഇരുന്നു, ഒരു പെങ്കൊച്ച് അവിടെ നിന്നു. അത് ചക്ക വെട്ടി തന്നു. ഞാൻ ഇരിഞ്ഞ കുരുവൊക്കെ കളഞ്ഞ് കൈ കൊടുത്തു തിന്നു. ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞേച്ച് അതിലെ കയറി കെട്ടിപ്പിടിച്ച് മുറ്റത്തേക്ക് ഇറങ്ങി. വിളിക്കും, വരുമെങ്കിൽ വരുമോ? വരുമെങ്കിൽ ഞാൻ വിളിക്കും. ഞാൻ വിളിക്കും. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു മോഹൻലാലിനെ കാണാൻ. ഒത്തിരി ആഗ്രഹമാണ്. ഞാൻ സിനിമ കാണാൻ എല്ലാ സിനിമയ്ക്കും കൊച്ചു കൊണ്ടുപോകും. എൻ്റെ മനസ്സിൽ തോന്നിയതാണെങ്കിൽ എനിക്ക് നേരിട്ടൊന്ന് തോന്നും, കയ്യെ പിടിക്കാനൊന്ന് തോന്നി. അതുപോലെ തന്നെ കണ്ടു, അതുപോലെ തന്നെ. അവിചാരിതമായിട്ടാണ് ഇത്. കലൂർ എന്ന് പറയുന്ന സ്ഥലമാണ്, ഇതൊരു ഗ്രാമപ്രദേശമാണ്. ഇവിടെ ഷൂട്ടിംഗ് എത്തുന്നത്. ആ സമയത്ത് വെറുതെ കാണുക മാത്രമല്ല, മോഹൻലാലുമായി പരിചയപ്പെടാനും അദ്ദേഹവുമായിട്ട് സൗഹൃദം ഉണ്ടാക്കാനും ഒക്കെ അമ്മച്ചിക്ക് കഴിഞ്ഞിട്ടുണ്ട്. മോഹൻലാലിനെ ചക്ക തീറ്റിച്ച അമ്മച്ചി കൂടിയാണിത്. ഇടുക്കിയിൽ നിന്ന് ജെയിനസ് രാജു, മാതൃഭൂമിയിൽ. ജെയിൻ നോക്കുമ്പോണ്ട്. ജെയിന് സത്യം പറഞ്ഞ സമയക്കുറവ് കാരണം അല്ലെങ്കിൽ നമുക്ക് അമ്മച്ചി പറഞ്ഞ മുഴുവൻ കേൾപ്പിക്കാൻ തോന്നിപ്പോകും. വെട്ടാൻ വളരെ സങ്കടത്തോടെയാണ് വെട്ടിക്കളയുന്നത്. എന്തായാലും ജെയിനും ഇങ്ങനെ പ്ലേസിൽ നമ്മൾ കയ്യും വെച്ച് ഇങ്ങനെ കേട്ടിരിക്കുന്നത് അപൂർവമല്ലേ. നമ്മൾ ഈ വാർത്തയ്ക്ക് വേണ്ടി പ്രതികരണത്തിന് പോകുമ്പോൾ വേറൊരു മൂഡിലാണ്. പക്ഷേ എന്ത് രസമായിട്ടാണ് സംസാരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആ സംസാരം തന്നെയായിരിക്കും ലാലേട്ടനും അല്ലേ ഇത്രയൊരു ഇഷ്ടപ്പെടാൻ കാരണം. എന്തായാലും അമ്മച്ചി വളരെ ഹാപ്പി. കാണാൻ പറ്റുമായിരിക്കില്ലേ, വീട്ടിലേക്ക് വരുമായിരിക്കും ചിലപ്പോൾ സർപ്രൈസ് ആയിട്ട് അല്ലേ? തീർച്ചയായിട്ടും അതൊരു നല്ല അനുഭവമായിരുന്നു. കാരണം ഞാൻ അമ്മച്ചിയും ആ ഒരു ഡഫ് എടുത്തപ്പോൾ അതിനകത്ത് ഉണ്ടായ ഒരു മാറ്റം എന്ന് പറയുന്നത്, ആ ഡഫ് ആരംഭിക്കുന്നത് ചേടത്തി എന്ന് പറഞ്ഞിട്ടാണ്. സാധാരണ നാട്ടിൻപുറത്ത് ഇടുക്കി പോലെയുള്ള സ്ഥലങ്ങളിൽ പ്രായമായ ഇത്തരം ആളുകളെ ചേടത്തി എന്നൊക്കെ വിളിച്ചാണ് തുടങ്ങുന്നത്. പക്ഷെ അത് അവസാനിക്കുന്നത് അമ്മച്ചി എന്ന് പറഞ്ഞിട്ടാണ്. അതാണ് ആ സംസാരത്തിനിടയിലുണ്ടായ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അതാണ് എൻ്റെ അനുഭവം ഈ അമ്മച്ചിയുമായിട്ടുള്ള ഒരു സംസാരത്തിൽ. പിന്നെ പറയാനുള്ളത്, വളരെ ഈ നാട്ടിൻപുറത്തിൽ ഉള്ള ചെറിയ ചെറിയ മനുഷ്യർ, അവർക്ക് നമുക്ക് കേൾക്കുമ്പോൾ ചെറിയ സ്വപ്നങ്ങളാണെന്ന് തോന്നുന്നു. മോഹൻലാലിനെ ഒന്ന് കാണണം എന്നതാണ് അമ്മച്ചിയുടെ ഒരു ഏറെ നാളത്തെ ഒരു സ്വപ്നം എന്ന് പറയുന്നത്. അത് യാഥാർത്ഥ്യമാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. അതാണ് അവരുടെ സംസാരത്തിൽ മുഴുവൻ ഉണ്ടായിരുന്നത്. നമ്മൾ ചോദിക്കുമ്പോൾ അവരുടെ മുഖത്ത് വലിയൊരു പ്രകാശമാണ് കാണുന്നത്. അവരുടെ ആ ജീവിതം അല്ലെങ്കിൽ ഇത്രയും നാളത്തെ ഒരു ആഗ്രഹം, മോഹൻലാലിന്റെ സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ള അവർ ഏറെ ആരാധിക്കുന്ന നടനെ കാണുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹവുമായി അടുത്ത് പരിചയപ്പെടുമ്പോൾ സംസാരിക്കുമ്പോഴൊക്കെ അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷം, അതാണ് അവരുടെ മുഖത്തൊരു പ്രകാശമായിട്ട് നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. അതാണ് ഈ സംസാരത്തിനിടയിലുണ്ടായ ഒരു തോന്നൽ. പറയും നമുക്കൊക്കെ ചിലപ്പം മോഹൻലാലിനെ കാണാനുള്ള ഒരു അവസരം പലപ്പോഴും ലഭിക്കുന്നതാണ്.
പക്ഷെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇവരെയൊക്കെ എങ്ങനെയാണ് കാണുന്നത് എന്നുകൂടി മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു അനുഭവമാണ് അമ്മച്ചിയുമായിട്ടുള്ള ഒരു സംസാരം എന്ന് തന്നെ പറയേണ്ടി വരും. സാധാരണ തൊടുപുഴ ഇപ്പോൾ ഒരു സിനിമ ചിത്രീകരണ മേഖലയാണ്. പക്ഷേ ഈ ചിത്രീകരണം നടക്കുന്നത് നമ്മുടെ ഇടുക്കിക്ക് പോകുന്ന ഭാഗത്താണ്. കാഞ്ഞാർ ഉൾപ്പെടെയുള്ള മേഖലകളിലാണ് സാധാരണ ഷൂട്ടിംഗ് കൂടുതലായി നടക്കുന്നത്. ഇപ്പോൾ ഈ അമ്മച്ചിയുള്ള അല്ലെങ്കിൽ അമ്മച്ചിയുടെ വീടൊക്കെ ഇരിക്കുന്നത്, എൻ്റെ വീടൊക്കെ ഇരിക്കുന്നത് അതിൻ്റെ സമീപത്താണ്. അപ്പം ആ ഭാഗത്തേക്ക് ഷൂട്ടിംഗ് അങ്ങനെ എത്താറില്ല. കലൂർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ അങ്ങനെ പതിവായി എത്തുന്ന സിനിമകളൊന്നുമില്ല. അപ്പോൾ അപൂർവമായിട്ടാണ് അങ്ങോട്ട് ഷൂട്ടിംഗ് എത്തിയത്. കുറേ ആളുകൾ അവിടെ ഷൂട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം പരിചയപ്പെട്ടത് മുതൽ ഒടുവിൽ മോഹൻലാൽ ഇവിടെ നിന്ന് പോകുന്നത് വരെയുള്ള ദിവസങ്ങളിൽ അമ്മച്ചി സ്ഥിരമായി പോവുകയും അവിടെ സെറ്റിലുണ്ടായിരുന്ന ആളുകളോടൊക്കെ സംസാരിക്കുകയും ചെറുപ്പക്കാരായിട്ട് തമാശകൾ പറയുകയും ഒക്കെ ചെയ്ത ഒരു അനുഭവം അവർ പറഞ്ഞു. അത് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ് ദിവിഷ്. ശരിയാണ് ജെയിൻ. എന്തായാലും ലാലേട്ടൻ അല്ലേ ഏലിക്കുട്ടി അമ്മച്ചിയുടെ വീട്ടിലേക്ക് വരട്ടെ. ലാലേട്ടൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്, അദ്ദേഹമായിട്ട് കുറച്ച് നേരമൊക്കെ സംസാരിക്കാൻ പറ്റിയാൽ നമ്മളൊരു കട്ട ഫാനായി പോകും എന്നൊരു പ്രത്യേകതയും കൂടി ആ മനുഷ്യനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഏലിക്കുട്ടി അമ്മച്ചി ഇത്ര ഹാപ്പി ആയതെന്ന് തോന്നുന്നു. എന്തായാലും സന്തോഷമായിട്ടിരിക്കട്ടെ ആ അമ്മച്ചി. ശരി ജെയിനെ.